നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരളത്തിലെ അറിയപ്പെടുന്ന നാടൻപാട്ട് ഗായകൻ, ചലച്ചിത്ര പിന്നണി ഗായകൻ, കേരള ഫോക്ലോർ അവാർഡ് ജേതാവുമായ ശ്രീ മത്തായി സുനിലാണ്. നമസ്കാരം. മത്തായി സുനിൽ ഇപ്പോൾ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്. ഞങ്ങൾ തമ്മിലൊരു ചെറിയ ബന്ധം എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ 2 ക്ലാസ്സിലായിട്ട്, ഒരേ ക്ലാസ് 2 ഡിവിഷനായിട്ട് പഠിച്ച ആൾക്കാരാണ്. പിന്നീട് ഹൈസ്കൂളിൽ പഠനവും പിന്നീടുള്ള പഠനമൊക്കെ പല സ്ഥലങ്ങളിലായെങ്കിലും സുനിലിൻ്റെ വളർച്ച നമ്മളെപ്പോഴും നോക്കി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പല പല വേദികളിൽ, നാടൻപാട്ടിൻ്റെ വേദികളിലും, പിന്നീട് കുറേ നാൾ കഴിയുമ്പോൾ TV പ്രോഗ്രാമിലൂടെയും, അത് കഴിഞ്ഞിട്ട് ഒരു പിന്നണി ഗായനായ ആ വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സുനിൽ, എനിക്കറിയാം, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു കലാകാരന്മാരുടെ ഒരു സ്ഥലമാണ് ഇവിടെ. പാട്ട് പാടുന്നു, പടം വരയ്ക്കുന്നവർ, ഞങ്ങളൊക്കെ കുറച്ച് നാടക പ്രവർത്തനം, നിങ്ങൾക്ക് പാട്ടുകാരാണ് അല്ലേ? അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അപ്പോൾ കൂടുതൽ ലളിതഗാനം, ചലച്ചിത്രഗാനം, പാട്ട്, ഇതെല്ലാം അന്ന് ഈ നാടൻ പാട്ട് അത്രയും ഇല്ല. നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നാടൻ പാട്ടൊന്നും ഒരു മത്സരഹീനമായിട്ടില്ല. ഇല്ല. അന്ന് നാടൻ പാട്ട് നമ്മൾ എടക്കാട് UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാടൻ പാട്ടൊന്നും അത്ര പ്രചാരത്തിൽ വന്നിട്ടില്ല. ഇപ്പൊ ആദ്യം മത്സരത്തിൽ പാടിയ പാട്ട് ഏത് ക്ലാസ്സിലാണോ? വലിയ ഓർമ്മയോ? അന്നത്തെ കാലത്ത് ശരിക്കും ഞാൻ മത്സരത്തിലല്ല പാടിയത്. എടക്കാട് UP സ്കൂളിന്റെ ഒരു വാർഷികാഘോഷമുണ്ട്. അന്ന് ശ്രീകുമാർ സാറ്, അർസൻ സാറ്, വാസുകുട്ട സാറ്, പനവളയിലെ ശാന്തമ ടീച്ചർ, മണി സാറ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടീച്ചർ. ആ സമയത്ത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു വാർഷികാഘോഷം, അത് എത്രാമത്തെ വാർഷികാഘോഷം എന്ന് എനിക്ക് കൃത്യമായ ഓർമ്മയില്ല. പക്ഷെ അത് ഭയങ്കര ഗംഭീരമായ ഒരു പരിപാടിയായിരുന്നു. അതെ. പുറത്തുനിന്ന് ആൾക്കാരെയൊക്കെ വിളിപ്പിച്ചിട്ട് ഗ്രൂപ്പ് ഡാൻസും, എന്താ സമൂഹഗാനം, അങ്ങനെ പുറത്തുനിന്ന് ആൾക്കാരെ വിളിപ്പിച്ചിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് ഒരു പ്രോഗ്രാം കുട്ടികളും. അപ്പോൾ ആ പ്രോഗ്രാമിൽ ഫുൾ ചാർട്ട് ചെയ്ത്, എല്ലാ പ്രോഗ്രാമിലും ചാർട്ട് ചെയ്ത സമയത്താണ്, ആ വർഷമാണെന്ന് എനിക്ക് ഈ ഓർമ്മയില്ല. ആ വർഷത്തിലാണ് കിഴക്കുവാസൽ എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നത്. കാർത്തിക്, എൻ്റെ മ്യൂസിക് ഡയറക്ടർ ഇളയരാജ സാർ. അതിനകത്ത് അദ്ദേഹം തന്നെ പാടിയൊരു പാട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെയോ പഠിച്ചിട്ട് ഞാൻ ശ്രീകുമാർ സാറായിരുന്നു അന്ന് പ്രോഗ്രാമെല്ലാം ചാർട്ട് ചെയ്തത്. സാറിൻ്റെ അടുത്ത് പറയുമ്പോൾ സാറ് പറഞ്ഞെല്ലാം ചാർട്ടായി കഴിയുന്നു. പിന്നെ എൻ്റെ അടുത്ത ഓപ്ഷൻ നമ്മുടെ കെട്ടിങ്ങിലെ ശാന്തമ ടീച്ചറാണ്. ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ടീച്ചർ എനിക്ക് ഇങ്ങനെ ഒരു പാട്ട് പാടാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ എനിക്കൊരു അവസരം തന്നു. ടീച്ചർ അന്നത്തെ സ്വഭാവം അറിയാമല്ലോ, ഇങ്ങനെ വെട്ടൊന്നും മുറിരണ്ട് സ്വഭാവമാണ്. ടീച്ചർ പറഞ്ഞു അങ്ങനെയുണ്ടെങ്കിൽ ഒന്ന് പാടി കേൾപ്പിക്കാൻ. ഞാനതിങ്ങനെ പാടി കേൾപ്പിച്ചു. പാട്ട് കാണും, അട വീട്ടുക്ക് വാസപ്പടി വേണോ, തെരുകൂത്തുക്കും പാട്ടുക്കും താളങ്കതി വേണോ, നല്ല വാസലില്ല വീടു, തെരുത്താളമില്ല കൂത്ത്, തത്തി തരുകിട തത്തികിണതു, അട വീട്ടുക്ക് വാസപ്പടി വേണോ. ഇതായിരുന്നു പാട്ട്. അത് ഞാൻ ഫുള്ള് പാടി കേൾപ്പിച്ച്, കാണാതെ പാടി കേൾപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ വരാൻ പറഞ്ഞു. എന്നെ വിളിച്ചുകൊണ്ട് ശ്രീകുമാർ സാറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട്, ഇവന് ഞാൻ കൊടുത്ത വാക്കാണ്, എങ്ങനെയെങ്കിലും ഇവനെ ആ പ്രോഗ്രാമിനിടയിൽ അവനൊരു അവസരം കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ ആദ്യമായി കുറേ ആൾക്കാർ, അന്ന് ഈ നമ്മുടെ പ്രദേശത്തുള്ള രക്ഷകർത്താക്കളും നാട്ടുകാരും എല്ലാം ഉള്ള ഒരു വേദിയിൽ ആദ്യമായി ഞാൻ പാടുന്നത് ആ പാട്ടാണ്. അന്ന് ഈ കലോത്സവങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കങ്ങനെ കലോത്സവത്തിന് പോകാനോ അല്ലെങ്കിൽ പിന്നിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആൾക്കാരില്ലായിരുന്നു. അതെ. ശാസ്ത്രമേളയ്ക്കൊക്കെ അങ്ങനെ നല്ലൊരു മത്സരത്തില് ആ സ്കൂളിൽ തന്നെ ഒരു ബെറ്റർ കോറമായിരുന്നു, ടീച്ചർമാരുടെ ഒരു നല്ല കോറമായിരുന്നു. അങ്ങനെയാണ് ആദ്യമായി ഞാൻ വലിയൊരു വേദിയിൽ, വളരെ പ്രേക്ഷകരുള്ള ഒരു വേദിയിൽ ആദ്യമായിട്ട് പാടുന്ന പാട്ട് രാജാസാറിൻ്റെ പാട്ടായിരുന്നു. നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പം സുനിലില്ല, പക്ഷെ സുനിലിൽ നിന്ന് ആദ്യം ആൾക്കാർ വിളിക്കുന്ന ഇല്ല, മത്തായി എന്നാ എല്ലാവരും വിളിക്കുന്നത്. വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ആ പേരങ്ങ്
ആ പേര് പിന്നെ നമ്മുടെ സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓർത്തിരിക്കണമെന്നില്ല. ഒരുപാട് സുനിൽ എസ്സിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പേരുകളാണ്. അപ്പൊ ഞാൻ സുനിലിന്റെ ഫ്രണ്ടിലോട്ട് മത്തായി സുനിലിനാക്കി. ഹൈസ്കൂൾ കടമനാടായിരുന്നു ഞാൻ ജയജോതില. അവിടുത്തെ കലാപ്രവർത്തനം എങ്ങനെ? അവിടെ ആ സമയത്തും ഇപ്പം കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ബാക്കിംഗ് സപ്പോർട്ട് എനിക്ക് തോന്നുന്നു നമ്മള് 7ാം ക്ലാസ് കഴിയുന്ന സമയത്ത് ആ സ്കൂള് ഹൈസ്കൂളായിട്ടാണ് വരുന്നത്. അതിനൊക്കെ സ്കൂളുണ്ട്. പക്ഷെ ആ സമയത്ത് ഇന്ന് കുറെ കുട്ടികൾ അങ്ങോട്ട് പോകുന്ന സ്കൂൾ ബസ്സൊക്കെ ആയിരുന്നു. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല. അന്ന് അവിടുന്ന് കലോത്സവത്തിന് ഗാനങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ബാക്കിംഗ് സപ്പോർട്ട് അന്നൊന്നും ആർക്കും ഇല്ലായിരുന്നു. നമ്മുടെ സ്വന്തം റിസ്കിലൊക്കെ പോവുക. ഇന്ന് കുട്ടികൾക്ക് സബ് ജില്ലാ കലോത്സവം മുതല് സ്കൂള് തന്നെ ഇനിഷ്യേറ്റ് എടുത്ത് ട്രെയിൻ ചെയ്ത് പുറത്തുനിന്ന് അധ്യാപകരെ വിളിച്ച് പഠിപ്പിച്ച് നല്ല ബെറ്ററായിട്ട് പഠിപ്പിച്ച് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളായിരുന്നു. അതെ. അന്നതൊന്നും ഇല്ല. ആ സമയത്ത് നമ്മള് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത്തരം പുറത്തുനിന്ന് പഠിപ്പിക്കുന്ന സ്കൂളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സ്കൂളുകളിൽ അതൊന്നുമില്ല. നമ്മൾ സ്വന്തം റിസ്കിലൊക്കെ പോകും, പട്ടിണി ഇരുന്ന് അവിടെ പോയി മത്സരത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഇന്നിപ്പോ അതല്ലല്ലോ. അന്ന് എന്തെങ്കിലും പ്രൈസുകളൊന്നും ഇല്ല. ഇപ്പൊ നമ്മുടെ ഇവിടെ നാട്ടിൽ തന്നെ ഒരുപാട് ഓണാഘോഷ പരിപാടികൾ ചലച്ചിത്ര ഗാനം, ലളിത ഗാനം, കവിതാ പാരായണം. അന്നത്തെ പ്രൈസ് എന്നൊക്കെ പറഞ്ഞ സോപ്പ് പെട്ടി, പേന, ബുക്ക്, ഇതൊക്കെ. ഇന്നത്തെ കൂട്ടുള്ള ഷീൽഡൊന്നും ഇല്ല. സോപ്പ് പെട്ടി, പേന, ഇഷ്ടം പോലെ സോപ്പ് പെട്ടി, പേന, കണ്ണാടി, ഇതൊക്കെയായിരുന്നു അന്നത്തെ പ്രൈസ്. കവിതകളൊക്കെ ഓർമ്മയുണ്ടോ? കവിതകള് ഞാൻ ഒരു ഓർമ്മയുള്ളൊരു കവിത മാസൂല നായരുടെ നാരായണത്തുള്ളാന്തൻ, പിന്നെ അലച്ചൂരാന്റെ അനാഥൻ. നാരായണത്ത് കാന്തൻ ഒരു 4 പേര് നമുക്കുണ്ടെന്ന്. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റും അമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല. ഉള്ളിൽ അഗ്നികോണിൽ കാറ്റുരഞ്ഞു തീച്ചിറ്റുന്ന നഗ്നമാ ദുസ്വർഗ കാമമില്ല. വാഴ്വിൻ ചെതുമ്പിച്ച വാതിലുകൾ അടയുന്നു, പാഴ്നിഴൽ പുറ്റുകൾ ഹിതപ്പാറ്റിയുടയുന്ന, ചിടകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന, ചുടുകാട്ടിലെരിയാതിരിഞ്ഞതിരിയായി, ചുടുകാട്ടിലെരിയാതിരിഞ്ഞതിരിയ നേരു ചികയുന്ന ഞാനാണു ഭ്രാന്തൻ, മൂകമുരുകുന്ന ഞാനാണു മൂടൻ. ഈ മധുസൂദനൻ സാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കവിതയല്ലാതെ വയലാറിന്റെ കവിതയായാലും അദ്ദേഹം പാടുമ്പോൾ ഒരു കവിത ആലപിക്കുന്നതിന് വേറൊരു സ്റ്റൈലാണ്. അത് ഓർമ്മയുണ്ടോ? ഇല്ലേ? അപ്പൊ ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ സുനിലിന്റെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു മത്തായി സുനിലാകാനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ശാസ്താംകോട്ട DB കോളേജിൽ. ഹൈസ്കൂളും VHSC എല്ലാം ഞാൻ അന്ന് നിങ്ങൾ VHSC ഡിഗ്രിക്ക് ഞാൻ 99 അങ്ങോട്ട് പോകും. അവിടെ പക്ഷെ ഒരുപാട് കലാകാരന്മാരുടെ ഒരു സംഗമ കേന്ദ്രമായി. പിന്നെ തീർച്ചയായും അതിന് മുമ്പും ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. നമ്മുടെ തിരുക്കഥാകൃത്ത് ബാലേന്ദ്രൻ സാർ, കടന്നൂരി സാർ, പിന്നെ അതുപോലെ തന്നെ നാടകം, അധ്യാപകർ, ഒരു കലാകേന്ദ്രം കൂടിയായിരുന്നു, അറിയപ്പെടുന്ന ഒരു കോളേജായിരുന്നു അത്. ശാസ്താംകോട്ട എന്ന് പറയാൻ തന്നെ കേരളത്തിലെ ഒരേ ഒരു ശുദ്ധജല ധർമ്മശാസ്താവിന്റെ സമീപത്തുള്ള ഒരു വിദ്യാ ആലയം തന്നെയാണ്. അപ്പൊ അവിടുത്തെ ജീവിതമായിരുന്നു, അവിടുത്തെ പഠന കേന്ദ്രമാണ്. അല്ല, ഞാൻ VHSC പഠിക്കുന്ന സമയത്താണ് അന്ന് ഞങ്ങളുടെ ബോർഡായതുകൊണ്ട്, VHSC ബോർഡായതുകൊണ്ട് ഞങ്ങൾക്ക് മത്സരം സെപ്പറേറ്റ് ആയിരുന്നു. സെപ്പറേറ്റ് ആയിരുന്നു. അപ്പോൾ ആ സെപ്പറേറ്റ് മത്സരത്തിൽ
ശാസ്താംകോട്ടയുള്ള നമ്മുടെ ഒരു സുഹൃത്ത് നാടകത്തിന് നമുക്കൊരു നാടകം ചെയ്ത് മത്സരിക്കണം, മേഖലാതല മത്സരം സ്റ്റേറ്റ് അങ്ങനെ സന്ദീപ് എന്ന് പറയുന്നത്. അപ്പോൾ അവനങ്ങനെ ഒരു ശാസ്താംകോട്ട ടി വി കോളേജിൽ പ്രകാശ് കുട്ടൻ അവരാ ടീമിനെ കൊണ്ടുവന്നു, പത്മേന്ദ്ര പ്രസാദ് ബാനർജി അവരാ ടീമിനെ കൊണ്ടുവന്ന നാടകം സ്വാതന്ത്ര്യത്തിന്റെ 50ാം അടിയന്തരം എന്നും പറഞ്ഞ നാടകം. അതെ, 4 മണിക്കൂർ നാടകം. അത് ഞങ്ങൾ കളിച്ച് മേഖലയിലെ പ്രൈസ് കിട്ടി. അങ്ങനെയാണ് ബാനർജി ഇവരെ ടീമിനെ ഞാൻ പരിചയപ്പെട്ടത്. അവരന്നേ ശാസ്താംകോട്ട നാടോടി ലഘു നാടകങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നാടോടി പെർഫോമിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെ ടി വി കോളേജിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ പരിചയപ്പെടുന്നു. ഇവരെ പരിചയപ്പെട്ട് നാടകം ഞങ്ങൾ സ്റ്റേറ്റിലും വിൻ ചെയ്തായിരുന്നു. അന്ന് KPC സണ്ണി സാറിൻ്റെ കയ്യിലായിരുന്നു ഞങ്ങൾക്ക് അവാർഡ് പ്രൈസ് മേടിച്ചത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ VHC ഒക്കെ 2-3 പേപ്പറൊക്കെ കിട്ടാനുണ്ടായിരുന്നു. പിന്നെ പഠിത്തമൊക്കെ നിർത്തിയിട്ട് ഇനി പണിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. അങ്ങനെ നമ്മുടെ ഇടയ്ക്കാട്ടിൽ മുരളിയണ്ണായിരുന്നില്ല, ദുര്യോധന ഡെക്കറേഷൻ ആള് അദ്ദേഹത്തിൻ്റെ കൂടെ പന്തൽ വടി പാചകവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്ത് ശാസ്താടെ ഒരു പന്തലിൻ്റെ പണിക്ക് പോകുന്ന സമയത്താണ് അന്ന് എൻ്റെ കൂടെ VHSക്ക് പഠിച്ച നമ്മുടെ ഒരു സുഹൃത്ത് ഈ സപ്ലൈ എക്സാം വരുന്നത്. ഇന്നത്തെ കൂട്ടുള്ള സപ്ലൈ അല്ലല്ലോ, ലാസ്റ്റ് വർഷം എഴുതാൻ പറ്റും. അപ്പോൾ അവൻ പറഞ്ഞാൽ നീ എഴുതണം, നിനക്ക് എഴുതിയാൽ കിട്ടും. അവനിട്ട് എന്നെ അങ്ങ് നിർബന്ധിക്കും. എന്നിട്ട് ഞാൻ തീരുമാനം എടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇവൻ നേരെ മുരുകൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് മരിച്ചുപോയ നമ്മുടെ കൊടുത്ത് സന്തോഷിന്റെ അടുത്ത് പറഞ്ഞു. ഇവരെല്ലാവരുടെ കൂടി പറയണ എന്തായാലും അവൻ എത്ര നിർബന്ധിച്ചില്ല, നീ എഴുതും. ഞാൻ പറയണ അതിന് പൈസ ചിലവിന് പരീക്ഷ ഫീസ് അടക്കണം, പിന്നെ നോട്ട് സംഘടിപ്പിക്കണം, പിന്നെ അധികം സമയമുണ്ട്, 2-3 മാസമേ ഉള്ളൂ, എന്തായാലും നീ ചുമ്മാ ഒന്ന് എഴുതി നോക്കാം. അങ്ങനെ പിന്നെ മുരളിയണ്ണ പൈസ വന്നിട്ട് ഞാൻ പരീക്ഷ ഫീസ് അടച്ച് ഭാഗ്യത്തിന് എൻ്റെ നോട്ട്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇവിടെ തപ്പിയെടുത്ത് എനിക്ക് കിട്ടാനുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇത്ര ഇംഗ്ലീഷ് 4 പേപ്പർ എല്ലാം ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം കിട്ടിയായിരുന്നു. 4 പേപ്പർ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വീട്ടിൽ ഇരുന്ന് 3 മാസം ഇരുന്ന് പഠിച്ചു. ആ 3 മാസം വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന സമയത്തും മുരളിയണ്ണ പണിയുള്ള സമയത്തുള്ള ശമ്പളം എനിക്ക് കൃത്യമായിട്ട് തരും. അങ്ങനെ എനിക്ക് ഇംഗ്ലീഷ് ഒഴികെ 4 പേപ്പർ കിട്ടി. വേറെ ഒന്നും പോകാതെ വീട്ടിൽ ഇരുന്ന് പഠിച്ചു. പിന്നെ ഞാൻ ഇംഗ്ലീഷ് ഞാൻ ഭരണിക്കാൽ ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിന് പോയിട്ട് ഇംഗ്ലീഷ് എഴുതിയെടുത്തു. അപ്പോൾ ഒരാഗ്രഹം കോളേജിൽ നിന്ന് പോകണമെന്ന്. ആ സമയത്ത് അത്ര പാട്ടുകളൊന്നും പാടുന്നില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ കോളേജിൽ പോകണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ കോളേജിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അപ്പോൾ എൻ്റെ ഓരോ വിദ്യാഭ്യാസത്തിനായാലും അവൻ ഒരാളിങ്ങനെ സ്ട്രെസ് ചെയ്തുകൊണ്ടാണ് അത് നമ്മൾ എഴുതിയത്. അപ്പോൾ ഇങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടന്ന് അപ്പോൾ അത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഞാനത് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഇവിടെ നാട്ടിൽ പണിക്കൊക്കെ പോകും. അങ്ങനെ നമ്മൾ മജുവിൻ്റെ ചേട്ടൻ മധുവണ്ണും മരിച്ചു പോയി. മധുവണ്ണിൻ്റെ കൂടെ പെയിൻറ്റിങ്ങിന് പോയി. അപ്പോൾ ഈ പോളിഷ് വർക്ക് വന്നു. അപ്പോൾ കോളേജിൽ ഈ ഞാൻ ഇറങ്ങുന്ന സമയം കഴിഞ്ഞ വർഷത്തെ ഹെഡായിരുന്ന ലതീഷ് സാറിൻ്റെ വീട്ടിൽ നമ്മുടെ ഈ ESI ജംഗ്ഷനിൽ കണ്ടാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുറച്ച് ഫർണിച്ചർ പോളിഷ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് പോയി ചുമ്മാ പേപ്പർ പിടിക്കണം. അങ്ങനെ പേപ്പർ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മധുവണ്ണനാണ് ഈ സാറിനോട് സംസാരിക്കുന്നത്. സാറേ അവന് ഇതുപോലെ DB കോളേജ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടിരിക്കുക, അപ്പോൾ അവനത് കിട്ടാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി കൊടുക്കും. അങ്ങനെ സാറ് അവിടെ പോയി സഹായിച്ചതിൻ്റെ ബേസിലാണ് എനിക്ക് DB കോളേജിൽ പൊളിറ്റിക്സിൽ അഡ്മിഷൻ കിട്ടുന്നത്. DB കോളേജിൽ വെച്ചാണ് ബാനർജിയായിട്ട് വീണ്ടും കുറച്ചുകൂടെ അടുത്ത് പരിചയപ്പെടുകയും അന്ന് അവർ നാടൻ പാട്ടുകൾ പാടി തുടങ്ങിയത്. ശരി, അതിന് മുമ്പ് ഞാൻ ഇവിടെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ MLA PC വിഷ്ണുനാഥും എൻ്റെ സീനിയറാണ്. ഞാൻ വരുമ്പോൾ അതെ വിഷ്ണുവിനെ ഇല്ലായിരുന്നു. ഞാൻ വരുമ്പം നിലവിൽ ഉള്ളത് സിയാമകൃഷ്ണൻ, അന്ന് അവിടുത്തെ ചെയർമാനൊക്കെ. അപ്പം അവിടെ വെച്ചാണ് ബാനർജിയെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ നാടോടി പെർഫോമിംഗ് ഗ്രൂപ്പ് ലഘു നാടകങ്ങൾ അവതരിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഗ്യാപ്പിൽ 1-2 നാടൻ പാട്ടുകളൊക്കെ പാടുകയാണ്. അന്ന് ബാനർജി മാത്രം ഒറ്റയ്ക്കായിരുന്നു പാടുന്നത്, ബാക്കിയുള്ളതെല്ലാം കോറസിലാണ്. അപ്പം ഞാനിവിടെ നമ്മുടെ നാട്ടിൽ ഈ ക്ലബിലൊക്കെ ചുമ്മാ 500 രൂപയ്ക്ക് കോങ്കോട്ടറൊക്കെ വെച്ചിട്ട് ഞാൻ മജു ഇവിടുത്തെ ഷൈജു ഞങ്ങളെല്ലാം അവിടെ നാടൻ പാട്ടുകൾ വഴി നടത്തുമായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് കുറച്ച് പാട്ടുകളൊക്കെ. അങ്ങനെയാണ് ഇവരുടെ കൂടെ ഒരു ദിവസം നിശാഗന്ധിയിൽ ഒരു ടൂറിസം ഫെസ്റ്റിനാണ് ഇവരുടെ കൂടെ പരിപാടിക്ക് പോകുന്നത്. അപ്പോൾ നാടൻ പാട്ടിലെ തുടക്കം ഒരു ഗുരു എന്ന് പറയുന്നത് ആരായിരിക്കാം? ഞാൻ കുടുംബസാറിൻ്റെ പാട്ട് കേട്ടാ പഠിച്ചു തുടങ്ങി. അവസരം നൽകിയത് നാടോടി പെർഫോമിങ്ങിലൂടെ. അന്ന് ഏത് പാട്ടായിരുന്നു കൂടുതൽ പാടുന്നത്? അന്ന് ഞാൻ പാടിയത് ഫസ്റ്റിലെ പാടുന്ന പാട്ട് ശരിക്കും അത് ട്രഡീഷണൽ ഫോക്ക് സോങ് അല്ല, അത് ജനകീയ ഗാനങ്ങളിൽ അത് എഴുതപ്പെട്ട ഒരു പാട്ടാണ്.
വെട്ടം മങ്ങിയല്ലോ വേലിപ്പുള്ളു ചിലച്ചുവല്ലോ വേല കഴിഞ്ഞില്ലേ വേല കഴിഞ്ഞില്ലേ അന്തിക്കുറങ്ങണ ചല്ലക്കുരുവികൾ ചില്ലമെച്ച് കയറി അന്തിക്കുറങ്ങണ ചല്ലക്കുരുവികൾ ചില്ലമെച്ച് കയറി ആഴക്കും മുഴക്കും നെല്ലിനു ഞങ്ങൾ ആഴത്തിൽ കുഴി മാട തോണ്ടി ആഴക്കും മുഴക്കും നെല്ലിനു ഞങ്ങൾ ആഴത്തിൽ കുഴി മാട തോണ്ടി. ഇതായിരുന്നു ഫസ്റ്റിലെ പാടിയത്. ഓക്കെ. പിന്നെ പിന്നെ അന്ന് ഡൈനാമിക് ആക്ഷൻ എന്ന് പറയുന്ന നാടൻപാട്ട് സംഘം കുട്ടപ്പ സാർ കേരളത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അപ്പൊ നിങ്ങൾ ഒരു പാട്ടിലായിട്ട് നാടകം ഇടയ്ക്ക് പാട്ട് പിന്നാണ് അതിനെക്കുറിച്ച് പ്രകാശ് സീരിയസ് ആയിട്ട് നമുക്കിതൊരു പ്രോഗ്രാമായിട്ട് മാത്രം പ്ലാൻ ചെയ്താൽ എന്താണെന്നുള്ളൊരു ആലോചന വരികയും പിന്നെ അതൊരു ലഘുനാടകങ്ങൾ വേറെ കോളേജുകളും സ്കൂളുകളിലൊക്കെ അങ്ങനെ ക്ലബുകളിലും നാടൻപാട്ട് മാത്രമായ ഒരു പ്രോഗ്രാം അവസ്ഥയിലേക്ക് മാറി. ഈ സൗണ്ട് സിസ്റ്റമോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളൊരു ജീപ്പിൽ അവിടെ ചെല്ലുന്നു, അവിടെ നിന്ന് തന്നെ മൈക്ക് എടുക്കുന്നു, ഒരു ചെണ്ടയോ ഗഞ്ചിറോ എന്തെങ്കിലും കാണും, പാടി അങ്ങ് തുടങ്ങുക. അത് 2-2.5-3 മണിക്കൂറൊക്കെ ഞാൻ പാടുമായിരുന്നു. അത് വളരെ കുറച്ച് ആൾക്കാരാണ്. റെമ്യൂണറേഷനൊക്കെ വളരെ തുച്ഛമായ റെമ്യൂണറേഷനാണ്. ഇന്നത്തെ ആദ്യം പാടിയപ്പം അത് ഞാൻ 100 രൂപയ്ക്ക് പാടിയിട്ടുണ്ട്, 50-ന് പാടിയിട്ടുണ്ട്, 5-ന് പാടിയിട്ടുണ്ട്, 10-ന് പാടിയിട്ടുണ്ട്. അന്നത്തെ 5-ഉം 10-നും വാല്യൂ ഉണ്ട് ക്യാഷ്. 50 പൈസ കൊടുത്ത അതെ അതെ അതെ. അന്ന് 1 രൂപയ്ക്ക് പിന്നെ എന്തോ ചായ കിട്ടുമല്ലോ. 1.5 രൂപയ്ക്ക് സിനിമ ആണ് കടനാട് വിഷ്ണു. അങ്ങനെ നാടൻ പാട്ട് ആ കാലഘട്ടത്തിലാണ് ഒക്ടോബർ സാറായിട്ട് പരിചയപ്പെടുത്തിയാണോ സുനിൽ പോയി അങ്ങോട്ട് അപ്രോച്ച് ചെയ്താണോ? അല്ലല്ല, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് കുട്ടപ്പ സാറൊക്കെ അന്ന് കേരളത്തിൽ വിരളിൽ എണ്ണാവുന്ന നാടൻപാട്ട് സംഘമേ ഉണ്ടായിരുന്നു. പ്രൊഫഷണലായിട്ട് CJ കുട്ടപ്പ സാറിൻ്റെ തായലു എന്ന് പറയുന്ന ടീം, കരിന്തലക്കൂട്ടം, പാലക്കാട് വായിത്താരി, അങ്ങനെ കുറച്ച് വിരളിൽ എണ്ണാവുന്ന മാക്സിമം എനിക്ക് തോന്നുന്നൊരു 10 ടീമുകൾ മാത്രമേ നമ്മുടെ ഇവിടെ ഗാനമേളകളായിരുന്നു. പക്ഷെ അന്ന് കുട്ടപ്പ സാറൊക്കെ ഭയങ്കരമായി കേരളത്തിൽ ഇങ്ങനെ ഇതിങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ ദാസേട്ടനൊപ്പം പാടാൻ എല്ലാ സിംഗേഴ്സും ആഗ്രഹിക്കും എന്ന് പറയുന്ന പോലെ നാടൻപാട്ട് മേഖലയിൽ അദ്ദേഹം തന്നെയാണ് രാജാവ് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തോടൊപ്പം പാടുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആഗ്രഹമായിരുന്നു. ആ സമയത്താണ് ഇവിടെ മറ്റേ മുത്തങ്ങ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കുടിൽകെട്ടി സമരവുമായിട്ട് ബന്ധപ്പെട്ട് CK ചാനലിന് ഒരു സ്വീകരണം കൊടുത്തായിരുന്നു നമ്മുടെ പുന്നമ്മൂട് വെച്ച്. അത് സാറിന്റെ എന്റെ പഠനം കഴിഞ്ഞില്ല, ഞാനത് ഡിഗ്രി കിട്ടിയതാണ്. ബാനർജി ഡിഗ്രി കഴിഞ്ഞു. ഞാൻ 2002-ലായിരുന്നു, 99-2002 വെച്ച. ബാനർജി 2001-ലാണ്. അപ്പൊ ആ സമയത്ത് അർജുൻ എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട്, ഒരു ഗ്യാസ് ഏജൻസിയൊക്കെ ബാനർജിയുടെ ബന്ധുവോ. അപ്പൊ അദ്ദേഹം മുഖാന്തരം കുട്ടപ്പ സാറിന്റെ വേദിയിൽ ബാനർജിക്ക് പാടാനൊരു അവസരം കിട്ടി. പുന്നമുട് വെച്ചു. അന്ന് ശരിക്കും എനിക്ക് ആ പരിപാടി കാണാനും പറ്റിയില്ല, പോകാനും പറ്റില്ല. അന്ന് ഈ നാടോടി പെർഫോമിംഗ് ഗ്രൂപ്പിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ബാനർജി അങ്ങോട്ട് പോയത് കൊണ്ട് ഇവിടുത്തെ പ്രോഗ്രാം ലീഡ് ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്തം എനിക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ പ്രോഗ്രാം കേൾക്കാൻ പറ്റിയില്ല, ആ ഒരു പ്രോഗ്രാം കാണാനും പറ്റിയില്ല. അപ്പൊ തൊട്ടടുത്ത ദിവസം കുട്ടപ്പ സാർ എന്റെ പാട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, സാറിന് സാറിന്റെ ടീമിലേക്ക് ബാനർജി. അപ്പോഴത്തേന് ബാനർജി എന്തായാലും ഫൈൻ ആർട്സിൽ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു, ട്രിവാൻഡ്രം ഫൈൻ ആർട്സ്. അപ്പോൾ സാറിന് പരിപാടി ഉള്ളപ്പോൾ ബാനർജി അങ്ങോട്ട് പോകും. ഒരേ ഡേറ്റിൽ സാറിന് ഇവിടെയും പരിപാടി വരുമ്പോഴത്തേന് ഞാനിവിടെ നിൽക്കും, ബാനർജി അങ്ങോട്ട് പോകും. അങ്ങനെ ബാനർജിക്ക് എക്സാം ടൈമായിരുന്നു. ബാനർജി ഇടയ്ക്കൊരു ദിവസം എന്നെ വിളിച്ചു, എറണാകുളത്ത് പ്രോഗ്രാം എന്തോ പാർട്ടിയുടെ ഒരു പരിപാടിയാണ്. അപ്പോൾ ബാനർജി എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് ഈ എറണാകുളത്ത് സാറിൻ്റെ ഒരു പരിപാടി ഉണ്ട്, നമുക്ക് വെറുതെ പോവാം. എന്നെ വിളിച്ചിട്ടുണ്ട്, നീ ഇവിടെ വാ, പേയ്മെൻ്റ് ഒന്നുമില്ല. ഞാൻ പറയാം പേയ്മെൻ്റ് ഒന്നും വേണ്ട, വണ്ടിക്കൂലി എടുത്താൽ മതി. അപ്പം ഞാൻ അവിടെ ചെന്ന് പരിപാടി കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ തിരുവല്ല ഇറങ്ങിയപ്പോഴത്തേനും സാറ് അന്ന് 350 രൂപ കണ്ട സാറ് എൻ്റെ പേയ്മെൻറ്റൂടെ കൊടുത്തു. അപ്പം പാടി എൻ്റെ പേയ്മെൻറ്റൂടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാലൻസ് ക്യാഷ് നോക്കിയപ്പോഴത്തേനും അവൻ്റെ പേയ്മെൻറ്റും കഴിഞ്ഞ് 2 തവണ പേയ്മെൻറ്റ്. അവൻ അന്നേരം സാറിനെ വിളിച്ചു, സാറേ ഇതുപോലെ പൈസ അധികം വന്നില്ല. എടാ അത് അവൻ്റെയും കൂടെ. അന്നേരം അവൻ സാറിൻ്റെ അടുത്ത് പറയാൻ, സാറേ നാളെ മുതൽ എനിക്ക് വരാൻ പറ്റത്തില്ല, എൻ്റെ എക്സാം ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവനെ അതിനാ കൊണ്ടുവന്നിരുന്നു.
സാറിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവനെ വിടാന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അവനെ വിട്ടാൽ മതി, കുഴപ്പമില്ല. അങ്ങനെ അവന് പകരക്കാരനായിട്ടാണ് ഞാൻ കുടുംബ സാറിനോടൊപ്പം പോകുന്നത്. ഫസ്റ്റ് വേദി ഓർമ്മയുണ്ടോ? അത് ഞാൻ ആദ്യം പാടുന്നത് ഈ നമ്മുടെ ഈ എറണാകുളത്ത്. കുട്ടപ്പ സാറ് പാട്ടുകൾ സാർ എഴുതിയിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ടൊന്നോ? അദ്ദേഹത്തിന്റെ പാട്ടുകൾ അദ്ദേഹം ട്യൂൺ ചെയ്ത പാട്ടുകളിൽ എനിക്ക് ഇഷ്ടമുള്ളത് അത്തം പൊത്തിറങ്ങി താരാഞ്ഞാഴ്പൂ വിരിങ്ങി ചിത്തിരക്കതിരു കണ്ടേൻ താരാ ചന്ദിരം പോക്കും പോലെ ചെമ്മാനപ്പൂ വിറുപ്പിൽ പണ്ടുത്തരാടം വിരിങ്ങി ഉത്തരാടക്കളത്തിൽ എത്തും മാവേലിത്തമ്പുരാനും എന്തെല്ലാം കാഴ്ചയുണ്ട് താര കണ്ടൊന്നു തന്തോയിപ്പാ കൂട്ടപ്പുറവയുണ്ട് താര ഒട്ടേറെക്കോശമുണ്ട്. ഇതായിരിക്കും പുള്ളി ട്യൂൺ ചെയ്ത്. കറുകച്ചാലിലെ അധ്യാപകനായിരുന്നു എം എൻ തങ്കപ്പൻ എന്ന് പറഞ്ഞ റിട്ടയർഡ് അധ്യാപകനായിരുന്നു. ഈ പാട്ടിന്റെ ലിറിക്സ് എഴുതി. അങ്ങനെയാണ് സാറിനോടൊപ്പം പിന്നീട് ഇങ്ങോട്ട് ഞാനും കേരളത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നു. കേരളത്തിൽ എത്ര വർഷത്തോളം ഉണ്ടാവും? ഒരു 10-15 വർഷത്തോളം സാറിനോടൊപ്പം ഉണ്ട്. അതിനിടയ്ക്കാണോ ടി വി പ്രോഗ്രാമിലൊക്കെ? അതെ അതെ, സാറിനോടൊപ്പം ഏറ്റവും കൂടുതൽ ടി വി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലയിലും പോയിട്ടുണ്ട്. വിദേശത്തും പോയിട്ടുണ്ട്. അതെ. പിന്നാണ് ആയിരക്കണക്കിന് വേദിയിൽ പിന്നാണ് ബാനർജി ഇവിടെ ടീം കനൽ പാട്ട് കൊണ്ടുവന്ന് ശാസ്താമ ദേശീയ ടീം. ഓ ഇല്ല, ഞാൻ അവിടെ ഇവിടെയായിട്ട് നിൽക്കുന്നു. ഒരേ ഡേറ്റില് ടീമിന് പരിപാടി വരുവാണെങ്കിൽ ഞാൻ അങ്ങോട്ടും പോകും, അവനും ഇവിടെ നടക്കും. പിന്നെ ഇവിടെ അന്നേരം ഒറ്റയ്ക്ക് അവൻ ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരു പാടായതുകൊണ്ട് അപ്പോൾ അവൻ്റെ അടുത്ത് പറയട്ടെ, അല്ല സാറിൻ്റെ നീ ഇങ്ങോട്ട് നിൽക്കും ഇവിടെ, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോകും, അപ്പം നീ ഇവിടെ നിൽക്കാം നമുക്ക്. ഞാൻ പറഞ്ഞ നേരം സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാറേ ഇതുപോലെ അവൻ ഒറ്റയ്ക്ക് ഇത് ഓടിച്ചു പോകുന്ന വലിയ പാടാണ്, അപ്പോൾ ഞാനിവിടെ അവിടെ നിന്നാലേ പറ്റത്തുള്ളൂ. അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ സാറിന് അർജൻറ്റ് പരിപാടിയുള്ള പിന്നെ എന്തെങ്കിലും ചാനലിലെ പരിപാടിയോ അല്ലെങ്കിൽ വലിയ ഷോയോ എന്തെങ്കിലും ആണെങ്കിൽ സാറിനെ വിളിച്ചു ഞാൻ ഉറപ്പായിട്ട് വരാം. അങ്ങനെയാണ് പൂർണ്ണമായി ഞാൻ ഇവിടേക്ക് പോകുന്നത്. ഇവിടേക്ക് മാറിയതിന് ശേഷമാണ്, എന്നാലും ഇടയ്ക്ക് സാറിൻ്റെ കൂടെ പോകും. അങ്ങനെയാണ് പിന്നെ ഈ നാടകത്തിൻ്റെ റെക്കോർഡിങ് ഒക്കെ എനിക്ക് കിട്ടിത്തുടങ്ങുന്നത്. അഞ്ചൽ ഉദയകുമാർ അഞ്ചൽ, നേരത്തെ രവീന്ദ്ര മാഷിൻ്റെ അറേഞ്ചറും പ്രോഗ്രാമറും ഒക്കെ ആയിരുന്നു ഉദയൻ ചേട്ടൻ. പിന്നെ രവീന്ദ്ര മാഷിൻ്റെ മരണശേഷം അദ്ദേഹം സീരിയലും പിന്നെ ഇതൊക്കെ അദ്ദേഹം പ്രൊഫഷണൽ നാടകത്തിലേക്ക് സംഗീതം, അങ്ങനെ ഉദയൻ ചേട്ടൻ്റെ വർക്ക് പാടി തുടങ്ങി. അത് കേരളത്തിൽ അറിയപ്പെടുന്ന കണ്ണൂർ സംഗീതത്തിന് KPC ഏകദേശം ഒരു 40-45ഓളം നാടകങ്ങൾ പാടിയിട്ടുണ്ട്. അങ്ങനെയാണ് നാടകങ്ങളിലേക്ക് നാടകഗാനങ്ങൾ ഓർമ്മയിലുണ്ടോ? നാടകഗാനങ്ങളൊന്നും ഓർമ്മയില്ല, പാടി പോലുമില്ല. പിന്നീട് അത് കിട്ടുന്നില്ല. സിനിമാ ഗാനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പോലെ നാടകഗാനങ്ങൾ ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. ശരിക്കും അതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. നാടകഗാനങ്ങളും നല്ല പാട്ടുകളുണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ സിനിമാ ഗാനങ്ങൾ തന്നെ ഓഡിയോ റിലീസിങ് നടത്തുന്ന പോലെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ അതും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതല്ലായിരിക്കും. നമ്മൾ പണ്ട് നാടകഗാനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തതിൽ കേട്ടിട്ടുള്ളത് ഇല്ലിമുളങ്കാട് അങ്ങനെയുള്ള പഴയ KPCയിലെ ഗാനങ്ങളല്ലേ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് സിനിമയ്ക്ക് പ്രസക്തി കൂടിയപ്പോഴത്തേന് സിനിമാ ഗാനങ്ങൾക്കായി പ്രസക്തി. അതുകൊണ്ട് നല്ല നാടകഗാനങ്ങളുണ്ട്. ഉദയൻ ചേട്ടനായാലും മറ്റേ നമ്മുടെ ആലപ്പി വിവേകാനന്ദ മാഷ് അദ്ദേഹത്തിൻ്റെ വർക്ക് പാടിയിട്ടുണ്ട്. അഞ്ചൽ വേണു എന്ന് പറഞ്ഞ ഉദയൻ ചേട്ടൻ്റെ അനി, അദ്ദേഹത്തിൻ്റെ വർക്ക് പാടിയിട്ടുണ്ട്. നാടകത്തിന് ആ സമയത്ത് ഇവർ 3 പേരുമായിരുന്നു. 2015 ഫസ്റ്റ് പടം ഇറങ്ങുന്നത് 2012 സിനിമ ബാച്ചലർ പാർട്ടി. ബാച്ചലർ പാർട്ടിയിലേക്കുള്ള തുടക്കം അത് ബാച്ചലർ പാർട്ടിയിലേക്ക് ശരിക്കും ഞാൻ പാട്ട് പാടാനല്ല പോയത്, അതിനകത്ത് കോറസ് പാടാനാണ് പോയത്. ശരിക്കും അന്ന് ആ ബാച്ചലർ പാർട്ടി റെക്കോർഡിങ് ടൈമിൽ ആ ഡേറ്റിൽ എനിക്ക് ഉദയൻ ചേട്ടൻ്റെ നാടകത്തിൻ്റെ വർക്കുണ്ട്. അങ്ങനെയാണ് കുട്ടപ്പ സാറിനെ വിളിച്ചത്. കുട്ടപ്പ സാറെ വിളിച്ചിട്ട് വേണ്ട ഒരു സിനിമയുടെ വർക്കുണ്ട്, അതിൻ്റെ കുറച്ച് കോറസ് പോർഷൻ ഉണ്ട്, നീ ഇവിടെ വന്ന് പാടണം. ഞാനന്നേരം പറയാം, സാറേ അത് ഉദയൻ ചേട്ടൻ്റെ വർക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പം കുട്ടപ്പ സാറ് തന്നെ ഉദയൻ ചേട്ടനെ വിളിച്ചു. ഉദയൻ ചേട്ടനെ വിളിച്ചപ്പോൾ ഉദയൻ ചേട്ടൻ പറഞ്ഞു അവൻ്റെ അടുത്ത് എന്നെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉദയൻ ചേട്ടനെ വിളിച്ചു. എടാ അതൊരു സിനിമയാണ്. അപ്പോൾ ഉദയൻ ചേട്ടൻ എൻ്റെ അടുത്ത് വേണം, അതൊരു സിനിമയാണ്, കോറസ് ആണെങ്കിലും നീ കളയണ്ട, ചിലപ്പം നിനക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായാൽ അത് നിനക്ക് ലൈഫിൽ നല്ലതായിരിക്കും.
അതുകൊണ്ട് നീ അത് പോയി ആ വർക്ക് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം വന്ന് എനിക്കിത് പാടി തന്നാൽ മതി, കുഴപ്പമില്ല, ബാക്കി റെക്കോർഡിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം നിനക്ക് ടൈം ഉണ്ടെന്ന് പറഞ്ഞു. ആ അതെ അതെ. അങ്ങനെയാണ് കുട്ടപ്പ സാറിനോടൊപ്പം ഞാനും കുട്ടപ്പ സാറും അജിത്ത് എന്ന് പറയുന്നത് അവരെ എറണാകുളത്ത് ഇരുന്നത്. എറണാകുളത്ത് ചേതന സ്റ്റുഡിയോ അവിടെ ചെല്ലപ്പം പാട്ടിൻ്റെ ട്രാക്ക് കേൾപ്പിച്ച്, ട്രാക്ക് പാടിയേക്കുന്നത് മ്യൂസിക് ഡയറക്ടറായ രാഹുൽ രാജ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ട്രാക്ക് പാടി, അത് ഉഗ്ര സിംഗറാണ്, അദ്ദേഹം ട്രാക്ക് കേൾപ്പിച്ചു. കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളൊരു യൂത്ത് ആയതുകൊണ്ട് നമുക്ക് ഇത്ര പാട്ടുകൾ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. സാറ് അത് കേട്ടിട്ട് പറഞ്ഞു, ഒരു കാര്യം തീരാവില്ല, ഇവനിത് ആദ്യം പാടട്ടെ, എന്നിട്ട് ഞാനത് കേട്ടിട്ട് പാടിക്കോളാം. അപ്പോൾ അവർക്ക് വേണ്ടത് ഒരു ഫോക്കിൻ്റെ എലമെൻസിൽ പാടാം. അവർ ചെയ്തു വെച്ചേക്കുന്ന പാട്ട് ആ റൂട്ടിൽ ഫോക്ക് എലമെൻസിലാണ് പാടുന്നത്. രാവിലേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, മത്തായി എടാ അതൊരു ഈ റൂട്ടിൽ നിന്റെ സ്റ്റൈൽ വേണം എനിക്കത് പാടിത്തരേണ്ടത്, ഫോക്കിൻ്റെ എലമെൻസ് ആയിരിക്കണം വേണ്ടത്. അപ്പം ഞാൻ ട്രാക്ക് പാടുന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ ടെൻഷനൊന്നും ഇല്ലല്ലോ, കാരണം ഞാനല്ലല്ലോ സ്റ്റേറ്റ് പാടുന്നത്, സാറാണ് പാടുന്നത്. അപ്പം എനിക്ക് ട്രാക്ക് അങ്ങ് പാടി കൊടുത്താൽ മതി. ഞാൻ കൂളായിട്ട് കയറി ആദ്യം പാടിയിട്ട് ഞാൻ വോയിസ് ബൂത്തിൽ നിന്ന് കൺസോളിലോട്ട് വരുമ്പോൾ കുട്ടപ്പ സാർ പറയുന്നത്, രാഹുൽ ഇനിയിപ്പോൾ ഈ ശബ്ദം മാറ്റണം, ഇവനൊന്ന് പാടിയേ പോയി. അപ്പം രാഹുലായിട്ടും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. കാരണം ഒരു പാട്ടുകാരനും അങ്ങനെ വളരെ സാധ്യത കുറവാണ്. നൂറിൽ ഒരാളൊക്കെ പറയത്തുള്ളൂ. കുട്ടപ്പ മാഷിനെ പോലെ അങ്ങനെ പറയുന്ന വളരെ അപൂർവം ചില ആൾക്കാരുണ്ട്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞില്ല, മ്യൂസിക് ഡയറക്ടർ പറഞ്ഞ്, പക്ഷേ എനിക്ക് അവരുടെ ശബ്ദം ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാനല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, പടത്തിൻ്റെ ഡയറക്ടർ, ആ പടത്തിൻ്റെ ഡയറക്ടർ അമൽനീർ, അപ്പം അദ്ദേഹമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ എന്തായാലും പുള്ളി വോക്കൽ കേൾപ്പിക്കാം, പുള്ളിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഒരു ഒന്നുകൂടെ പാടണം, അത് DT എന്ന് പറയും, ഡബിൾ ട്രാക്കിൽ ഒന്നുകൂടെ പാടണം. അപ്പം എനിക്കൊരു ടെൻഷനായി. മറ്റേതൊക്കെ കുറച്ചുകൂടെ ടൈം എടുക്കാൻ ഞാൻ പാടി. അത് കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ രാവിലെ എൻ്റെ അടുത്ത് അതിനകത്ത് വേറൊരു ക്ലൈമാക്സിൽ ഒരു സോങ് കൂടെ ഉണ്ട്, അപ്പോൾ അതൊരു 8 വരി ഒന്ന് പാടി തരണം. ഞാൻ പറഞ്ഞ പാടാം. അപ്പോൾ അത് അതിൻ്റെ കൺസെപ്റ്റ് ഇതാണ്, ആ സീനിൻ്റെ ഒരു മൂഡ് ഇതാണ്, അവരെല്ലാം മരിച്ച് സ്വർഗത്തിൽ പോകുന്നത്. അപ്പോൾ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് വേണം പാടാൻ. അതാണ് ഞാൻ പിന്നെ ഏറ്റവും അതിൻ്റെ ക്ലൈമാക്സിൽ കപ്പ കപ്പ ഡം 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 ടാറ തരം അത് ഞാൻ പാടിയത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ റെക്കോർഡിങ് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിരുന്നു. തൊട്ട് 2 ദിവസം കഴിയുമ്പോൾ രാവിലേട്ടൻ എന്നെ വിളിച്ച്, നമ്പർ വിളിച്ച്, പുള്ളിയെ കൊണ്ട് പാട്ട് കേൾപ്പിച്ചു. അവിടെ നിൻ്റെ വോക്കൽ ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഡയറക്ടർ അമൽനീർ സാറാണ് കുട്ടപ്പ സാറിൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ പുള്ളിക്ക് വേണ്ടത് എൻ്റെ ഡിഫറെൻ്റ് ആയ ഒരു വോക്കലാണ്, സ്ഥിരമായി കേൾക്കുന്ന ഒരു വോക്കലിനപ്പുറത്ത് ഡിഫറെൻ്റ് ആയ ഒരു വോക്കലാണ്. അങ്ങനെയാണ് കുട്ടപ്പ സാറിനെ സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ കോറസ് പാടാൻ പോയത്, അതിനകത്ത് ബാച്ചിലർ പാട്ടിൽ അത് പാടാനാണ് ഞാൻ പോയത്. ആ പാട്ട് ബാച്ചിലർ ലൈഫാണ് അഭയമെന്നയ്യപ്പ, അറിയാ പാപങ്ങൾ പോർക്കണമയ്യപ്പ, ജീവിതമാ കരിമലകൾ കേറി മറിഞ്ഞൊരു യാത്രകളിൽ. ഇതാണ് പാടിയത്. ശരിക്കും ഞാൻ പാടാൻ പോയത് അവിടെ പിന്നെ കുട്ടപ്പ സാറിന്റെ കാടിൻ നടുവിൽ തമ്മിൽ താങ്ങായി എട്ടറ്റാലും ഒരു മയിലുടത്ത കത്തിപ്പോകാതെ ഒരു സ്നേഹത്താലോ ഇതാണ് ഞാൻ പാടാൻ പോയത്. അങ്ങനെ വളരെ അവിചാരിതമായിട്ടാണ് പുള്ളിക്ക് പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേന് ഡയറക്ടർക്ക് വ്യത്യസ്തമായ ഒരു ശബ്ദം ആയതുകൊണ്ട് ഇല്ല, ഞാനും അജിത്തും രാഹുലേട്ടനും കൂടിയാണ് വ്യത്യസ്തമായ ശബ്ദം ആയതുകൊണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ നാടൻ പാട്ടും പരിപാടികളുണ്ട്. ഞാൻ ഈ സിനിമ എന്ന് പറയുന്ന വലുതായിട്ട് ആഗ്രഹിച്ച ഒരു മനുഷ്യനല്ല, പഠിച്ചവർക്ക് മാത്രം കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു മേഖല അങ്ങനെയായിരുന്നു. നമുക്ക് അവിടെ ചെല്ലുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമായിരുന്നു. ഇത് അപ്പോഴും ഞാൻ പിന്നെയും സിനിമ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു സിനിമ ലക്കിന് കിട്ടി, അത് ചെയ്തു. പിന്നെ തൊട്ടടുത്ത നിമിഷത്തിലാണ് ഈ പടം ഇറങ്ങിയതിന് ശേഷം ഈ ശരിക്കും പാട്ടുകാരനെ ആർക്കും അറിയത്തില്ല, ആരോ പാടി പാട്ട് ഭയങ്കരമായി ഹിറ്റായി. അങ്ങനെയാണ് പിന്നീട് അടുത്ത എനിക്ക് യോബിന്റെ പുസ്തകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാടാൻ ഈ ആക്ഷൻ നേതാവ് രണ്ടുപേരും വിളിക്കുന്നത്. പിന്നെ അതിനുശേഷം ഒരു മുറയും വന്ന് വാർത്തായ എന്ന് പറയുന്ന സിനിമ, വിനു തോമസ് തിരുവല്ലക്കാരൻ ആളുടെ ഒരു പടം, അതിൻ്റെ ടൈറ്റിൽ സോങ് ഉണ്ണിമോഹൻ്റെ സിനിമ. ആ സമയത്താണ് ആശ്രമം 8 പോയിന്റിൽ വെച്ചിട്ട് ജോൺ പി വർക്കി എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ, നമ്മുടെ കവി അൻവർ അലി, അവരെ ഒരു
അവിടുത്തെ ഒരു പ്രോഗ്രാമിൽ കൺസേർട്ടിൽ ഞാൻ പരിചയപ്പെട്ടു. അങ്ങനെ അവർ പിന്നെ നമുക്ക് കിട്ടിയ സൗഹൃദങ്ങളെല്ലാം ഇടയ്ക്ക് വിളിക്കുകയും ആ സൗഹൃദം പുതുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെയാണ് ജോണേട്ടൻ എന്നെ വിളിക്കുന്നത്. ജോണേട്ടനും ഈ കോവിഡാനന്തര രോഗത്തിൽ മരിച്ചു. അപ്പോൾ ജോണേട്ടൻ അതിൻ്റെ അടുത്തോടെ എനിക്കൊരു സിനിമ വന്നിട്ടുണ്ട്, കമ്മട്ടിപ്പാടം എന്ന് അതിൻ്റെ പേര്. അപ്പോൾ അതിനകത്തൊരു സോങ് ഉണ്ട്, നീ ഇവിടെ ഒന്ന് പാടിത്തന്നു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെല്ലുന്നു. കമ്മട്ടിപ്പാടത്തിൻ്റെ ടൈറ്റിൽ സോങ് പാടാൻ വേണ്ടി ഞാനുണ്ടായിരുന്നു. കൊല്ലത്തുനിന്ന് നമ്മുടെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഡയറക്ടർ. അതിന് മ്യൂസിക് 3 പേരായിരുന്നു. ഒന്ന് ജോൺ പി വർക്കി, മദ്രാസിന് കെ, പിന്നെ നടൻ വിനായകൻ. അത് അവിടെ വെച്ച് നമ്മുടെ ബാലേന്ദ്ര സാറിനെ കണ്ടിട്ടുണ്ടോ? ബാലേന്ദ്ര സാറിന് ഞാൻ അവിടെ വെച്ച് കണ്ടില്ല. ഞാൻ രാജീവേട്ടനുമായിട്ട് സംസാരിച്ചപ്പോൾ ശാസ്താമോട്ടെ വീടെന്ന് പറഞ്ഞു ഇവിടെ ഇരുന്നാ അവര് അത് കഥയൊക്കെ തയ്യാറാക്കി. അവർ വന്നിട്ട് വൈകുന്നേരം കാപ്പി കഴിക്കാൻ വരുന്ന നമ്മുടെ പന്തക്കാവ് സുരേന്ദ്രനാഥ് തട്ടുകട ആ കാര്യമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മറ്റേ അതിൻ്റെ ടൈറ്റിൽസ് വെച്ച് ഇതുപോലെ നാളിൽ മലങ്കോ ഇത്തും കഴിഞ്ഞു കൊല്ലത്തിലും മുട്ടിയിലും വെള്ളം കോരി എടുത്തും കൊണ്ടോരായിരം പോലെ കൈയും വീശി വരും കാരണം ആ ടൈറ്റിൽ സോങ് പാടാൻ വേണ്ടി എന്നെ ശരിക്കും എന്നെ വിളിച്ചത്. അതിൻ്റെ റെക്കോർഡിങ് ഇടയ്ക്ക് രാജീവേട്ടനും വിനായകൻ ചേട്ടനും അന്നേരം അവിടെ ഉണ്ടായി. അപ്പോൾ അവര് വന്ന് പറഞ്ഞു മത്തായി പോകുന്നതിന് മുമ്പ് ഇതിനകത്ത് വേറൊരു പാട്ടുണ്ട്, വേറെ ജസ്റ്റ് ഒന്ന് പാടിയിട്ടിട്ട് പോകണേ. ഞാൻ പറഞ്ഞാൽ പാടാന്ന് പറഞ്ഞു. അപ്പം പുള്ളിയുടെ സൗണ്ട് എഞ്ചിനീയറായ ഡോൺ എന്ന് പറഞ്ഞു. പുള്ളി മ്യൂസിക് ഡയറക്ടർ. എന്നാൽ താല്പര്യ കേസുകൾ എൻ്റെ മ്യൂസിക്കൊക്കെ ചെയ്തത് ജോണായിട്ടെൻ്റെ അടുത്ത് പറയണ്ട. അപ്പം ഞാൻ അതിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞപ്പോഴത്തേനും ആരാ ട്രാക്ക് പാടിയെന്ന് എനിക്കറിയത്തില്ല. അത് കേട്ടിട്ട് ഞാൻ എൻ്റെ സ്റ്റൈലിൽ പാടിയിട്ടുണ്ട് പോയി. 3 ദിവസം കഴിയുമ്പോൾ ജോണായിട്ട് എന്നെ വിളിക്കുന്നു. ഇവിടെ അവർക്ക് നിന്റെ ശബ്ദം ഇഷ്ടപ്പെട്ടു, നീ ഒന്ന് പാടിക്കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ കമ്മട്ടിപ്പാടത്തിൽ ഏറ്റവും ഫേമസ് ആയ എന്നെ ആൾക്കാർ ഇപ്പോഴും തിരിച്ചറിയുന്ന ആ പാട്ട് പാടുന്നത് പുഴുപുലികൾ എന്ന് പറയുന്ന പാട്ട്. അത് വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഗാനമാണ്. വിനായകൻ ചേട്ടൻ്റെ സിനിമാ ജീവിതത്തിലെ ആദ്യത്തെ സംഗീതം, അൻവർ അലിയുടെ ലിറിക്സ്. അദ്ദേഹത്തിന് അവാർഡും കിട്ടി. അതെ വിനായകന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയും കൂടിയാണ് അത്. ഞാനറിയും കുരലുകളെല്ലാം എന്റേതോ പൊന്നച്ച, നീ അറിയും കുരലും ചങ്കും എല്ലാരുടെയും പൊന്മകനെ. ഞാനീമ്പിയ ചാറും ചരവും മധുവല്ലേ പൊന്നച്ച, നീ മൂന്തിയ മധു നിൻ ചോര ചുടി ചോര പൊന്മകനെ. നാം പൊത്തിയ പൊക്കാളിക്കര, നാം പൊത്തിയ പൊക്കാളിക്കര എങ്ങേ പോയി നല്ലച്ച, നീ വാരിയ ചുടുചോറൊപ്പം വെന്തേ പോയി നന്മകനെ. നീ വാരിയ ചുടുചോറൊപ്പം വെന്തേ പോയി നന്മകനെ. അക്കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനീ, ഇക്കായൽ കയവും കരയും ആരുടെയുമല്ലൻ മകനെ. പുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുപങ്ങൾ പല കാലപ്പറദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം നരകിച്ചു പൊറുക്കും നിവിടം ഭൂലോകം തിരുമകനെ. കലഹിച്ചു മരിക്കും നിവിടം ഇഹലോകം എൻ തിരുമകനെ. കലഹിച്ചു മരിക്കും നിവിടം ഇഹലോകം എൻ